Dear students, good morning. ബൂളിയൻ ആൾജിബ്രയുടെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. ബൂളിയൻ ആൾജിബ്രയിലെ ഫസ്റ്റിലെ ഡെഫിനിഷൻസും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് പറഞ്ഞത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. എന്താണ് പ്രപ്പോസിഷൻ എന്ന്. പ്രപ്പോസിഷൻ നിങ്ങൾക്ക് അറിയാം എങ്കിൽ കൂടിയും ബൂളിയൻ ആൾജിബ്ര എന്നുള്ള കോൺസെപ്റ്റിൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു മാറ്ററാണ്. സെയിം തന്നെയാണ്. അത് നമ്മൾ ബൂളിയൻ ആൾജിബ്ര എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് പറയുന്നു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ സെയിമാണ്. അപ്പോൾ പ്രപ്പോസിഷൻസ് ആണ് പറയുന്നത്. ആൾജിബ്ര ഓഫ് പ്രപ്പോസിഷൻ. In this section, we use the truth table evaluate the truth value of proposition. We can make it into table for a compound proposition by writing down the total value of each individual proposition. Truth table is used to find the value of compound proposition. സെയിം തന്നെയാണ്. പ്രപ്പോസിഷൻ്റെ മീനിങ് സെയിം തന്നെയാണ്. അത് ഓൾജിബ്ര എന്നുള്ള കോൺസെപ്റ്റിൽ പറയുന്നേ ഉള്ളൂ. ഓൾജിബ്രിക് കോൺസെപ്റ്റിൽ ഒരേ മീനിങ് തന്നെയാണ് പ്രപ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ട്രൂത്ത് വാല്യൂ ഇപ്പം സിംഗിൾ പ്രപ്പോസിഷൻ ആവാം, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് സിംഗിൾ പ്രപ്പോസിഷൻ എന്നും എന്താണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ എന്നും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സിംഗിൾ പ്രപ്പോസിഷൻ ആവാം, കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ആവാം. സിംഗിൾ പ്രപ്പോസിഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. അതേസമയം കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ സിംഗിൾ പ്രപ്പോസിഷൻ വെച്ചുകൊണ്ട് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടി അത് ഡിഫിക്കൽട്ടാവും. അതായത് ഇൻഡിവിജ്വൽ വാല്യൂവിൻ്റെ പ്രപ്പോസിഷൻ എടുത്തുകൊണ്ട് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെയാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ കണ്ടുപിടിക്കുക. പ്രപ്പോസിഷൻ എന്താണെന്നും കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഇൻഡിവിജ്വൽ പ്രപ്പോസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും എങ്ങനെയാണ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ വാല്യൂ ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത ട്രൂത്ത് വാല്യൂവിനെയാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ട്രൂത്ത് ടേബിൾ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് കോമ്പൗണ്ട് പ്രപ്പോസിഷൻ. ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോമ്പൗണ്ട് പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുന്നത്. കാരണം സിംഗിൾ പ്രപ്പോസിഷൻ ആണെങ്കിൽ ഒരു ട്രൂത്ത് ടേബിളിൻ്റെ ആവശ്യമില്ല. അതേസമയം കോമ്പൗണ്ട് പ്രപ്പോസിഷൻ ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻസ് വരുമ്പോഴാണ് ട്രൂത്ത് ടേബിളിൻ്റെ ആവശ്യകത ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം തന്നെ ചെയ്ത് കാണിക്കണമെങ്കിൽ നമുക്ക് ട്രൂത്ത് ടേബിൾ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് പ്രപ്പോസിഷൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കാനാണ് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പ്രപ്പോസിഷൻ്റെ എക്സാമ്പിൾ രൂപത്തിൽ പറയുകയാണ്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു പ്രപ്പോസിഷൻ. പ്രപ്പോസിഷനല്ല, പ്രപ്പോസിഷനാണ് ടൈപ്പ് ചെയ്ത് മാറിപ്പോയതാണ്. അപ്പോൾ പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻസ് ആണ് എങ്കിൽ പ്രപ്പോസിഷൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എയ്തർ ട്രൂ ഓർ ഫാൾസ്. എന്താണ്? പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ പി ക്യാൻ എയ്തർ ബി ട്രൂ ഓർ പി. സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക കേട്ടോ, രണ്ടും വിട്ടുപോയതാണ്. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു പ്രപ്പോസിഷൻസ് ദെൻ ഇറ്റ് ക്യാൻ ബി എന്നല്ല, ക്യാൻ ബി എയ്തർ ട്രൂ ഓർ ഫാൾസ്. സിമിലർലി അത് വോയിസ് റെക്കോർഡ് ചെയ്തപ്പോൾ പിക്ക് പകരം ബി വന്നു പോയതാണ്. അപ്പോൾ പി എന്നുള്ള വാല്യൂ, പി എന്നതും ക്യൂ എന്നതും രണ്ട് പ്രപ്പോസിഷൻ ആണെങ്കിൽ പിൻ്റെ വാല്യൂ ട്രൂ ഓ ഫാൾസോ ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും? ട്രൂ ഓ ഫാൾസോ ആയിരിക്കും. നമുക്കറിയാം പ്രപ്പോസിഷൻ ആണെങ്കിൽ ഈ രണ്ട് കേസേ ഉള്ളൂ. ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങൾ പോയ രണ്ട് കേസുകളൊന്നും ഉള്ളൂ. ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ഒന്നുകിൽ ട്രൂ പൊസിഷൻ അല്ലെങ്കിൽ ഫാൾസ് പൊസിഷൻ. ഈ രണ്ട് കേസേ ഉള്ളൂ. അതിപ്പോൾ പി ആയാലും ക്യൂ ആയാലും. അപ്പോൾ പറയുന്നത് എന്താണ്? പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻ ആണെങ്കിൽ പിയും ക്യൂ എന്താണ്? ഒന്നുകിൽ ട്രൂ ആവും അല്ലെങ്കിൽ ഫാൾസ് ആവും. ഇതാണ് പ്രപ്പോസിഷൻ പറഞ്ഞത്. അപ്പോൾ പ്രപ്പോസിഷൻ പറയുമ്പോൾ എന്താണ് പ്രപ്പോസിഷൻ, എത്ര തരമുണ്ട്? അതിപ്പോൾ ഓൾജിബ്രയിലായാലും ഓൾജിബ്ര എന്ന് പറയുമ്പോൾ ഓൾജിബ്രിക് കണ്ടീഷൻസാണ് ഫോളോ ചെയ്യുക.
മറ്റേതാണെങ്കിൽ എന്താ ലോജിക്കൽ കണ്ടീഷൻ, മാത്തമാറ്റിക്കൽ ലോജിക് ആകുമ്പോൾ ലോജിക്കൽ കണ്ടീഷൻസാണ് ഫോളോ ചെയ്യുക. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സംഭവം എല്ലാം തന്നെ സിമിലറാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് പ്രപ്പോസിഷൻസൊക്കെ. അത് വെച്ചുകൊണ്ട് ഷോ ദാറ്റ് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ സ്ക്രീൻഷോട്ടിലിടാം. അപ്പോൾ ചെയ്ത് നോക്കുക. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലോ അല്ലാതെയോ ചോദിക്കാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. ഓക്കെ, താങ്ക് യു.